ഹായ്. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കണയാണ്. ഞാൻ ഇപ്പം ഗ്ലോബൽ സിറ്റി ദമ്മം സിഹാത്തിൽ ലാസ്റ്റ് ഡിസംബർ 29 ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ഞാനും ഫാമിലിയും പോയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ളതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ രണ്ട് സൈഡിലായിട്ട് അപ്പം ചൈനയാണ് ആദ്യം കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തുവാ എല്ലാവർക്കും കാണാൻ എൻജോയ് ചെയ്ത് വൈബ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. റിയാദിലെ പോലെ തന്നെ അത്രയും ഇല്ലെങ്കിൽ പോലും അവർ പരമാവധി എല്ലാം ഉൾക്കൊള്ളിച്ചു ഇതിൻ്റെ അകത്തും ദമാമിലും ഉണ്ട് കേട്ടോ. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 4 o'clock ഓപ്പൺ ആവുന്നത്. വെള്ളി ശനി ദിവസങ്ങളിൽ 4 o'clock ടു അണ്ടിൽ 1 o'clock വരെ ഉണ്ട്. അതർ ഡേയ്സിൽ 12 മണി വരെ ഉള്ളൂ. 4 o'clock ടു 12 o'clock വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് അവൈലബിൾ ഓൺലൈൻ വഴി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിടണം. അല്ലാതെ അവിടെ പോയിട്ടല്ല ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാ രാജ്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവർ പരമാവധി. എല്ലാ രാജ്യവും ഉണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലായിടത്തും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കര ഒരു ഇത് ഡ്യൂറേഷൻ കൂടി പോകും. അപ്പം അത് നിങ്ങൾക്കും ബോറായിരിക്കും, നേരിട്ട് കാണുന്ന പോലെയല്ലല്ലോ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും ഒന്ന് ഉൾക്കൊള്ളിച്ച് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആണ്. അപ്പം എല്ലാ രാജ്യമുണ്ട്. ഇത് ആഫ്രിക്കയുടെ ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം ചൈനയിലേക്കാണ് കയറിയത്, പിന്നെ ചൈന, അത് കഴിഞ്ഞ് കൊറിയ, ആഫ്രിക്ക. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും അത് തന്നെ. ഇത് ചൈനയുടെ ഡാൻസാണ്, അവരുടെ ഡാൻസ്. നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്, നല്ലൊരു മൈൻഡ് റിലാക്സ്ഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് കാണാനുണ്ട്. അവരുടെ സ്പെഷ്യൽ ഫുഡുകൾ, ഓരോ രാജ്യങ്ങളിൽ കയറുമ്പോൾ അവരുടെ സ്പെഷ്യൽ ഫുഡ്, അവരുടെ സ്പെഷ്യാലിറ്റി, അവരുടെ ഡ്രസ്സുകൾ, അവരുടെ കൾച്ചേഴ്സ്, അവരുടെ പ്രോഗ്രാംസ്, അതൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഇതാണ് ഡാൻസ്. നല്ല രസമില്ലേ? നല്ല ചുള്ളൻ പിള്ളേരാണ്. അപ്പം ഇതാണ് അവരുടെ ഡാൻസ്, മ്യൂസ്. ഇവിടുന്ന് നേരെ ഞങ്ങൾ ചച്ചുവിനെ കൊണ്ട് ഇവിടെ തന്നെ പാർക്കുണ്ട്. അപ്പോൾ ഇവരുടെ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്. ഇതാണ് പാർക്കിനുള്ളത്. അപ്പം ഇവിടെയാണെങ്കിൽ നമുക്ക് എല്ലാ പാർക്ക് ഒക്കെ ഉള്ളത് പോലെ തന്നെ കാർഡ് എടുക്കുക. 100 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കുഞ്ഞുങ്ങളെ കയറ്റി കളിപ്പിക്കാം. അപ്പോൾ അവിടെ ഞങ്ങൾ നേരെ പിന്നെ ഞങ്ങൾ വന്നത് തുർക്കിയുടെ ഉള്ളിലേക്കാണ്. തുർക്കിയുടെ ഉള്ളിൽ അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഉണ്ടടാ ഐസ്ക്രീം. ഇത് ഞാനാണെങ്കിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഐസ്ക്രീമും ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങൾ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാനായിട്ട് പോയി. അപ്പം ഐസ്ക്രീം പുള്ളി നമ്മളെ കളിപ്പിക്കലാണ്, കയ്യിൽ കിട്ടൂല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ചച്ചുവിനെ നീക്കി നിർത്തി. പക്ഷേ അവളെ നല്ലവണ്ണം പുള്ളി കളിപ്പിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതൊരു എന്താ പറയുക, ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിത് കഴിക്കുമ്പം ഒരു എന്താ പറയുക, നമുക്ക് ഇങ്ങനെ വലിഞ്ഞു വരുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. എന്താണെങ്കിലും ഇത് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അപ്പം ഇതിൻ്റെ റേറ്റ്, ഞങ്ങൾ വാങ്ങിച്ചതിൻ്റെ റേറ്റ് 45 റിയാലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ്. നല്ല എന്താ പറയുക, പുള്ളി എടുക്കുന്ന ഐസ്ക്രീം മേടിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ്. എന്താണെങ്കിലും ലാസ്റ്റ് ചച്ചുവിന് കൊടുത്തു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് ഫ്ലവർ ഷോ കാണാനുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് ഫ്ലവർ ഷോ വന്നത്. ഇതാണ് ഫ്ലവർ ഷോ. അപ്പോൾ അതും ഇങ്ങനെ കണ്ടു വീണ്ടും എടുത്തു. നല്ല രസമില്ലേ? ടുക് ടുക് ടുക്. വാവ്, എല്ലാ ഫ്ലവറും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഫ്ലവർ ഷോ. അതിൻ്റെ കൂടെ തന്നെ എന്തുവാ, ഇതാരായിരുന്നു ചേച്ചി? അവിടുന്ന് പിന്നെ ഞങ്ങള് ലബൂപ്പു അടുത്തേക്ക് ഇതൊക്കെ തന്നെയാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ കയറി കാണാനുള്ളടമൊക്കെ ഒന്ന് കയറി കണ്ടു. ഇത് എനിക്ക് തോന്നുന്നു
ഇത് ഏത് സ്ഥലമാണെന്ന് ഞാൻ പറയാം കേട്ടോ, നോക്കിയിട്ട് പറയാമേ. ആഫ്രിക്കൻ തന്നെ കേട്ടോ, ആഫ്രിക്കൻ. ഇത് ആഫ്രിക്കക്കാരുടെ അല്ല, ഡാൻസ് അല്ല, ഇത് ഈജിപ്ഷ്യൻകാരുടെയാണ് കേട്ടോ. ഈജിപ്ഷ്യൻകാരുടെ ഡാൻസ് കണ്ടോ. നല്ല തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് പുറകിലാണ് സ്ഥലം കിട്ടിയത്. അവിടെ നിന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അവരുടെ തല മാത്രമേ കാണുന്നുള്ളൂ എന്ന് തോന്നുന്നു. വാവ്. പിന്നെ അവിടുന്ന് ഞാൻ നേരത്തെ ഇച്ചിരി മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അഡ്വഞ്ചർ പ്ലേസ്, സോംബിയുടെ കഥ. ഇതാണ് സോംബി. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഈ സോംബി ലാസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ പിടിക്കാൻ വന്നു. ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, ആൾക്കാരെ രക്ഷപ്പെട്ടു. ഇതാണ് പിന്നെന്താ അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ക്യൂ നിൽക്കണം, സമയം ഒരുപാടാവും. പിന്നെ അതുമല്ല കൊച്ചുള്ളത് കൊണ്ടുകൊണ്ട് കയറാൻ പറ്റിയില്ല. അഡ്വഞ്ചർ ഇഷ്ടമുള്ളവർ ക്യൂ നിന്ന് കയറി കാണുക. ഇതാണ് ക്യൂ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദമാമിലെ ഗ്ലോബൽ സിറ്റി. അപ്പം ശരിക്കും ഒരു നല്ല നമുക്ക് സമയം ചെലവിടാൻ പറ്റിയ, പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ്. അപ്പോൾ പോവുക, എൻജോയ് ചെയ്യുക. പോയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, പോയിട്ടില്ലാത്തവർ പോയി എൻജോയ് ചെയ്യുക. അപ്പം ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന, തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക, സോറി. ബൈ, സീ യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും